ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവോ 125 വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, വാട്ടർ സർവീസ്, ഇത്രയാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്, പുതിയ ലൈനറാണ്. അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. നമ്മളതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ ചെക്ക് ചെയ്തിരുന്നു, കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിലും നോക്കി നല്ല ഓയിലാണ് കേട്ടോ. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ഈ മോഡൽ ടയർ എടുക്കാതിരിക്കണം നല്ലത് കേട്ടോ. ശരിക്കും നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ കിടക്കണമുണ്ടോ അതേ പാറ്റേൺ തന്നെ യൂസ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം ഇത് വണ്ടി ഓടിക്കുമ്പോൾ ഒരു റഫ്നെസ് ഫീൽ ചെയ്യുന്നത് ഈ ടയറിൻ്റെയാണ്. അപ്പോൾ പിന്നീട് മാറ്റിയിടുന്ന സമയത്ത് ആ മോഡൽ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഹബിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ, കുറച്ച് പൊടിയൊക്കെ ഉണ്ടെന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് നമുക്ക് ഗ്രീസിങ്ങിനായിട്ട് അയച്ചാണ്. ക്ലച്ച് ഗ്രീസിങ്ങും ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതിനൊക്കെ വേണ്ടി അയച്ചാണ് കേട്ടോ. നിലവിൽ നമുക്ക് ഇതുമേ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് നമുക്ക് ഇതുമേ കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല. അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ വേരിയേറ്റർ ബോഡി, റോളർ കാര്യം നോർമൽ സാധാരണ ഇതിലുള്ള തേമാനൊക്കെ ഉള്ളൂ. അപ്പോൾ ക്ലച്ച് യൂണിറ്റ് ആയാലും അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഇവിടെ ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, കയ്യോടെ തന്നെ നമുക്ക് അതിൻ്റെ കവർ ഗ്യാസ്കറ്റ് മാറ്റി റീസെറ്റ് ആക്കാം. കാരണം എന്താ വെച്ചാൽ ഇത് കവറിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ലീക്കേജ് കൂടി നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അടുത്ത സർവീസ് വരെയൊക്കെ ചിലപ്പോൾ കിടന്നൊന്നും വരില്ല. അതിൻ്റെ ഉള്ളിൽ കൂടുതൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ഈ പറഞ്ഞ പോലെ ലീക്കായി പുറത്തേക്ക് പോകും. ആകെ 800 മില്ലി ഓയിൽ നമുക്ക് എഞ്ചിനിൽ തന്നെ. അപ്പോൾ അത് ഒരു തുള്ളി പോയാലും അത് തന്നെ നഷ്ടം തന്നെ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം എന്തായാലും. പിന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്തു, വേറെ കുഴപ്പമൊന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻസുകളൊന്നും നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയിട്ടില്ല. ഓൾറെഡി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, ഓവർഫ്ലോ കംപ്ലയിൻറ്റ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഇല്ല, നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ട കേസാണ്. പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യട്ടെ. ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ്, അതിന് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് ഇതേപോലത്തെ ഇതാണ് ശരിക്കും ടയർ എടുക്കേണ്ട പാറ്റേൺ കേട്ടോ. ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. അതിപ്പോൾ MRF, അപ്പോളോ, സിയറ്റോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഇങ്ങനത്തെ യൂസ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി ആമറോൻ്റെയാണ്, 2022 വെച്ചാണ് ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 8.95 ആ റേഞ്ചിൽ വന്നെ കേട്ടോ. അപ്പോൾ വലിയ താമസമില്ലാണ്ട് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കാണിക്കും. ഇപ്പം നിലവിൽ സെൽഫ് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, എന്നിരുന്നത് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. പ്ലഗ് പുതിയ പ്ലഗ് കിടക്കണേ, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത്. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും പുതിയത് കിടക്കണേ, ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം, അത് നമുക്ക് സർവീസിന് കൂട്ടത്തേക്ക് നമുക്ക് മാറേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഓയിൽ മാറണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. നമുക്ക് എഞ്ചിൻ ഓയിൽ, ഓയിൽ ബോൾട്ട് വാഷ്, ഓറിങ്ങും മാറ്റണം. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ആ ഹെഡിൻ്റെ ലീക്ക് ഉള്ളതുകൊണ്ട് ആ ഓറിങ് കൂടി ഒന്ന് മാറ്റിയിടാം. അതാണ് മെയിനായിട്ട് വന്ന വർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 6-7 മണിക്ക് ആവും തീരുമ്പോഴത്തേക്കും വാട്ടർ സർവീസ് അടക്കാം. അപ്പോൾ കഴിഞ്ഞ് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോ.